2024 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആകുലത നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മാത്രമാണ്. ബി ജെ പിയിലെ മറ്റ് നേതാക്കൾക്ക് ആർക്കും തന്നെ സംശയമൊന്നും തന്നെയില്ല. അവർക്ക് നിലവിൽ കോൺഗ്രസിനോട് പൊരുതണമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയവുമായി മുന്നോട്ട് പോകണമെന്നോ പൂർണ്ണമായി ആഗ്രഹിക്കുന്നവരല്ല. അവർ പൊരുതുന്നു, വിജയിച്ചാൽ വിജയിച്ചു എന്ന രീതിയിലേക്ക് മാത്രമാണ്. രാജ്നാഥ് സിംഗ് ഈ കൂട്ടത്തിലാണ്. അദ്ദേഹം ശക്തമായി ബി ജെ പി നേതൃത്വത്തിനോടൊപ്പം നിൽക്കുമ്പോഴും RSSകാരനാണെങ്കിൽ പോലും അദ്ദേഹം ഒരു മൃദുവാദിയായാണ് കോൺഗ്രസ് പോലും അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പലപ്പോഴും അഭിപ്രായ സമവാക്യത്തിന് വേണ്ടി കോൺഗ്രസിനോടും പ്രതിപക്ഷത്തിനോടും സംസാരിക്കാൻ മധ്യസ്ഥനായി രാജ്നാഥ് സിംഗിനെ നിയോഗിക്കുന്നത്. രാജ്നാഥ് സിംഗിനോട് കോൺഗ്രസ് ഒരു ആദരവ് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അമിത്ഷായ്ക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം എന്നത് പ്രത്യേകമായിട്ടുള്ള ഉന്നത കമ്മിറ്റികളിലെല്ലാം തന്നെ നരേന്ദ്രമോദി അമിത്ഷാ എന്ന രീതിയിലുള്ള ഒരു ഇക്വേഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2019 മുതൽ 24 വരെയുള്ള ഭരണത്തിൽ എങ്ങനെയായിരുന്നു അമിത്ഷായ്ക്ക് അധികാരം ഉണ്ടായിരുന്നത്, അതായത് അധികാര കേന്ദ്രങ്ങളായി ഉണ്ടായിരുന്നതിൽ പ്രധാനി നരേന്ദ്രമോദിയും അമിത്ഷായുമായിരുന്നെങ്കിൽ ഇത്തവണ അത് മാറ്റപ്പെട്ടിരിക്കുന്നു. അമിത്ഷായ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം ഏകാധിപത്യ രാഷ്ട്രീയ നീക്കം. രണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കി കളയും എന്നുള്ള നിരന്തരമായിട്ടുള്ള വെല്ലുവിളി. ഇതൊന്നും തന്നെ പ്രതിപക്ഷം അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അമിത്ഷായുടെ രാഷ്ട്രീയത്തെ തച്ചുടയ്ക്കാൻ കെൽപ്പുള്ള രീതിയിലേക്ക് രാഹുൽ ഗാന്ധി വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നരേന്ദ്രമോദിക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞ സാഹചര്യമാണ്. നിലവിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത് പോലും സഖ്യകക്ഷികളുടെ കടാക്ഷം കൊണ്ട് തന്നെയാണ്. BJP ഇവിടെ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ 18ാം ലോക്സഭയുടെ ഈ കാലാവധി അത് BJP പൂർത്തീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്. 72 മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭയാണ് നരേന്ദ്രമോദി മന്ത്രിസഭയിലുള്ളത്. അതിൽ 30 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്. ഇതിലെടുത്തു പറയേണ്ടത് 61 പേരും BJP നേതൃത്വത്തിലുള്ളവരാണ് എന്നുള്ളതാണ്. ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും എല്ലാം കൂടി ആകുമ്പോൾ BJPക്ക് മാത്രം ആ 72ൽ 61, അതായത് 11 മാത്രമേ സഖ്യകക്ഷികൾക്കുള്ളൂ. അതുമാത്രമല്ല, ലോക്സഭയിലേക്ക് സീറ്റ് ഉള്ള ഓരോ സീറ്റ് വീതമുള്ള വടക്കുകിഴക്കൻ മേഖലയിലുള്ള പ്രധാനികളായിട്ടുള്ള പാർട്ടികൾ, BJPയുമായി ടൈഅപ്പുള്ള പാർട്ടികൾക്ക് ഒന്നും തന്നെ മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിൽ NCPയുടെ അജിത് പവാർ വിഭാഗത്തിന് കേന്ദ്രമന്ത്രിസ്ഥാനം കൊടുക്കുന്ന കാര്യത്തിൽ അമാന്തത കാണിച്ചു. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ വീണ്ടും NDA നേരിടുന്നുണ്ട്. ഇതിനെ വലിയ ഭീഷണിയോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദി കാണുന്നത്. കാരണം ഏകാധിപത്യം തുടർന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് മന്ത്രിസഭാ രൂപീകരണം നടത്തിയിരിക്കുന്നത്. ഒരു രീതിയിലും സഖ്യകക്ഷികൾക്ക് അമിത പ്രാധാന്യം നൽകാത്ത രീതിയിലുള്ള BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടി എന്ന രീതിയിലേക്കാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെയാണ് സഹമന്ത്രി സ്ഥാനത്തിനും അതുപോലെ കൂടുതൽ ക്യാബിനറ്റ് റാങ്കിനും വേണ്ടി കേന്ദ്ര നേതൃത്വം, അതായത് സഖ്യകക്ഷികളുടെ കേന്ദ്ര നേതൃത്വം വീണ്ടും ആലോചനകൾ തുടങ്ങുന്നത്. ഇവിടെയാണ് അമിത്ഷായ്ക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. കാരണം അമിത്ഷായെയോ അല്ലെങ്കിൽ പ്രധാനിയായി അദ്ദേഹത്തിനെ വരാൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കം, അദ്ദേഹം നരേന്ദ്രമോദിയെ മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയുള്ള നീക്കം, ഇത്തരത്തിലേക്കുള്ള BJPയെ പൂർണ്ണമായും മുറുകെ പിടിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വരും. നരേന്ദ്രമോദി ഇപ്പോൾ BJP നേതൃത്വത്തിൻ്റെ പരിപൂർണമായ ഒരു വിശ്വാസ്യതയിൽ മുന്നോട്ട് പോകുന്നു. ആ ഒരു വിശ്വാസ്യത അമിത്ഷായ്ക്ക് അതേപോലെ ലഭിക്കുകയില്ല, യോഗിക്കും അത് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് കെജ്രിവാൾ പറഞ്ഞത് യോഗിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇളക്കം തട്ടും. വർഗീയ ധ്രുവീകരണ രീതി അഥവാ കമ്മ്യൂണൽ പോളറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്ന രാഷ്ട്രീയവാദത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴത്തെ നേതൃത്വത്തെ പരിപൂർണമായി അംഗീകരിക്കാത്ത ഒരു മധ്യനിര ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് BJPക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ചേഞ്ച്.